ഹോം ഗ്രൗണ്ടിലെ സഞ്ജുവിന്റെ പെർഫോമൻസ് ഒട്ടും തന്നെ മോശം വരില്ല. കഴിഞ്ഞ 4 കളി പോലെ ആവില്ല. തിരുവനന്തപുരത്ത് സഞ്ജു ഒരിക്കലും തോൽക്കില്ല, സെഞ്ചുറി അടിക്കും എന്നാണ് നമ്മളിപ്പോൾ കേട്ട ഓരോരുത്തരും പറയുന്നത്. ഇപ്പം എൻ്റെ കൂടെ ഉള്ളത് സഞ്ജു സാംസന്റെ ഫാൻസ് അസോസിയേഷൻ ആണ്, അതിലെ ഔദ്യോഗിക അംഗങ്ങളാണ്. നമുക്ക് അവരോട് തന്നെ ഒന്ന് ചോദിക്കാം, സഞ്ജു ഇത്തവണ എങ്ങനെയായിരിക്കും? സഞ്ജു 100 കുറഞ്ഞ റൺസ് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല, അത്രത്തോളം നന്നായിട്ട് കളിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷ. സഞ്ജു കഴിഞ്ഞ 4 കളിയിലും 3-ാമത്തെ കളിയിൽ 0 റൺസാണ് ഉണ്ടായിരുന്നത്. ചെയ്യാൻ പറ്റില്ല. അത് ആർക്കും സംഭവിക്കാവുന്ന കാര്യമല്ല. നമ്മുടെ അഭിഷേക് ശർമ്മ സെക്കൻഡ് മാച്ചിലും 4th മാച്ചിലും ഗോൾഡൻ ഡക്കാണ്. നമുക്കത് ഒരിക്കലും അൺഎക്സ്പെക്ടഡ് സംഭവം. അത് നമ്മളൊന്നും പർവ്വതീകരിച്ച് കാണിക്കേണ്ട ആവശ്യമില്ല. അത് ആസ് എ ഫാൻസ് നിലയിൽ നമ്മൾ ബാക്കപ്പ് ശക്തമായി തിരിച്ചു വരും ചെയ്യേണ്ടത്. നമ്മളത് 3 സെഞ്ചുറി അടിച്ച വേറൊരു പ്ലെയർ ഇല്ല. അപ്പൊ അതുപോലെ സഞ്ജുവിനെ നമുക്ക് മോശം പറയല്ല, പക്ഷേ ഈ പരമ്പരയിൽ കഴിഞ്ഞ 4 കളിയിലും സഞ്ജു മോശം പ്രകടനമായിരുന്നു. രോഹിത് ശർമ്മയ്ക്ക് പോലും ഏറ്റവും കൂടുതൽ ഡക്കുള്ള റെക്കോർഡുണ്ട്. അതിപ്പോ നമ്മള് രോഹിത് ശർമ്മ പത്മശ്രീ രോഹിത് ശർമ്മ ആയിരിക്കുന്നു. അതേ കണക്ക് നമ്മൾ സഞ്ജു കളിക്കും ഉറപ്പായിട്ടും. ഇതിനുള്ള മറുപടി ഇന്ന് തരും. അതെ, ഇതിനുള്ള മറുപടി ഇന്ന് സഞ്ജു ഗ്രൗണ്ടിൽ കാണിക്കുമെന്നാണ് ഈ അസോസിയേഷൻ പറയുന്നത്. എല്ലാവരും വലിയ പ്രതീക്ഷയിലാണ്. ഹോം ഗ്രൗണ്ട് സഞ്ജുവിനെ കൈവിടില്ല. ഉറപ്പായിട്ടും 3 സെഞ്ചുറി അടിച്ച ഒരു വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ വേറെ ഇല്ല. സഞ്ജു സാംസൺ എന്ന് പറയുന്ന വ്യക്തി മാത്രമേ ഉള്ളൂ T20. അതെ, T20 അടുത്തൊരു സെഞ്ചുറി നമുക്ക് ഉടനെ പ്രതീക്ഷിക്കാം. മിക്കവാറും ഇന്ന് തന്നെ ആകട്ടെ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അല്ലെങ്കിൽ വേൾഡ് കപ്പിൽ ഉറപ്പായിട്ടും ഉണ്ടാവും സെഞ്ചുറി. സഞ്ജുവിനെ സംബന്ധിച്ചും ഈ പറയുന്നത് പോലെ ഈ തിരുവനന്തപുരം എന്ന് പറയുന്ന ഹോം ടൗൺ ആണ്. സഞ്ജുവിന് വിമാനത്താവളത്തിൽ വന്നിറങ്ങിയപ്പോൾ തന്നെ ക്യാപ്റ്റൻ വഴി കൊടുത്തു. ക്യാപ്റ്റൻ വഴി കാണിച്ച് കൊടുക്കുകയാണ് ചെയ്തത്. വേറെ ആരെക്കാളും പ്രയോറിറ്റി കൊടുക്കുകയാണ് ചെയ്തത് സഞ്ജു സാംസണിന് വേണ്ടിയിട്ട്. അപ്പോൾ എന്താ പറയുക, നമുക്കറിയാമല്ലോ കേരള ക്രിക്കറ്റ് ലീഗിൽ സഞ്ജു കളിച്ചതാണ്. എല്ലാ മാച്ചസും പുള്ളിക്കാരൻ ഒരു എന്താ പറയുക സ്ട്രൈക്ക് റേറ്റിൽ ഒരു 200 സ്ട്രൈക്ക് റേറ്റ് മുകളിൽ കളിച്ച് അവരുടെ ടീം ചാമ്പ്യൻഷിപ്പ് നേടിക്കൊടുത്ത സഞ്ജുവിൻ്റെ ഒരു ആണല്ലോ, അറിയാമല്ലോ അത്. അപ്പം അതുപോലെ പരിചയമുള്ള ഗ്രൗണ്ടാണ്. രഞ്ജി ട്രോഫി ആയാലും എന്താ പറയുക കേരള പ്രീമിയർ ലീഗിലായാലും എല്ലാം മാച്ച് കളിച്ച് പരിചയമുള്ള പിച്ചാണ്. ഇന്ന് മിന്നിക്കും പുള്ളിക്കാരൻ. അപ്പൊ സഞ്ജുവിൽ പ്രതീക്ഷിച്ച് തന്നെയാണ് ഇന്ന് എല്ലാവരും വന്നത്. ഫാൻസ് അസോസിയേഷൻ അംഗങ്ങൾ എന്ന നിലയ്ക്ക് എന്താണ് ഈ വന്നിരിക്കുന്ന ആരാധകരോട് പറയാനുള്ളത്? ഇന്ന് സഞ്ജുവിൻ്റെ നല്ലൊരു പ്രകടനം നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായും നല്ലൊരു പ്രകടനം കാണും. ഏതൊരു താരത്തിനും കരിയറിൽ ചില മോശപ്പെട്ട ദിവസങ്ങളുണ്ടാവും, അത് കഴിഞ്ഞു. ഇന്ന് അത് മറികടന്നുകൊണ്ട് നല്ലൊരു പ്രകടനം സഞ്ജുവിന്റെ ഭാഗത്തുനിന്നുണ്ടാവും. ഇന്ത്യയുടെ ഭാവി വാഗ്ദാനമാണ് സഞ്ജു. സഞ്ജു 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 ഇന്ന് ഹോം ഗ്രൗണ്ടിൽ ഇന്ന് സഞ്ജുവിന് അടിപതറില്ല എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. നമുക്ക് 7 മണി വരെ കാത്തിരിക്കേണ്ടതുണ്ട്. 7 മണി മുതലുള്ള കളിയിൽ കാത്തിരിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ 4 മത്സരം പോലെ ആവില്ല ഇന്ന് സംഭവിക്കുക എന്നുള്ളതാണ് അസോസിയേഷൻകാരുടെ ഔദ്യോഗിക അംഗങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്.